DNA ആസ്ട്രോളജിയിൽ പൂരുരുട്ടാതി പൂർവഭാദ്രപദ നക്ഷത്രം തീക്ഷ്ണമായ പരിവർത്തനത്തിന്റെ ഇന്റൻസ് ട്രാൻസ്ഫോർമേഷൻ ജനിതക കോഡുകളെയാണ് സൂചിപ്പിക്കുന്നത്. കുംഭം, മീനം എന്നീ രാശികളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ നക്ഷത്രത്തിന്റെ നാഥൻ വ്യാഴവും ദേവത അജൈകപാദും, അതായത് ഒറ്റക്കാലുള്ള ആട്, രുദ്രന്റെ ഒരു രൂപവുമാണ്. പൂരുരുട്ടാതി നക്ഷത്രത്തിന്റെ ആഴത്തിലുള്ള DNA രഹസ്യങ്ങൾ ഇനി പറയുന്നു. 1. അജൈകപാദിന്റെ DNA, ദ DNA ഓഫ് ബാലൻസ് ആൻഡ് ഇന്റൻസിറ്റി. അജൈകപാദ് എന്നത് ആകാശത്തെ ഇടിമിന്നലിനെയും പ്രപഞ്ചത്തിലെ അഗ്നിയെയും സൂചിപ്പിക്കുന്ന രുദ്രരൂപമാണ്. DNA രഹസ്യം: നിങ്ങളുടെ കുടുംബ പരമ്പരയിൽ, പ്രത്യേകിച്ച് അച്ഛന്റെ വശത്ത് അതീവ ദേഷ്യമുള്ളവരോ എന്നാൽ ആത്മീയമായി വലിയ ഉയരങ്ങളിൽ എത്തിയവരോ ഉണ്ടായിരിക്കും. തീക്ഷ്ണത: ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ വരുമ്പോൾ ഇടിമിന്നൽ പോലെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാനും അത് നടപ്പിലാക്കാനും നിങ്ങളുടെ DNA സഹായിക്കും. ഒരു കാര്യത്തിനു വേണ്ടി സർവവും ത്യാഗം ചെയ്യാൻ തയ്യാറായ പൂർവികർ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകാം. 2. രണ്ട് മുഖങ്ങളുള്ള മഞ്ചം, ദ ഡുവൽ പേഴ്സണാലിറ്റി DNA. പൂരുരുട്ടാതിയുടെ ചിഹ്നം മഞ്ചത്തിന്റെ മുൻഭാഗത്തെ കാലുകൾ അല്ലെങ്കിൽ 2 മുഖങ്ങളുള്ള മനുഷ്യനാണ്. രഹസ്യം: പുറമേ വളരെ ശാന്തമെന്ന് തോന്നുമെങ്കിലും ഉള്ളിൽ വലിയൊരു അഗ്നിപർവ്വതം ഒളിപ്പിച്ചവരായിരിക്കും ഇവർ. നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഇരട്ട ജീവിതം നയിച്ചവരോ, ഉദാഹരണത്തിൽ പകൽ ഔദ്യോഗിക ജോലിയും രാത്രി ആത്മീയ കാര്യങ്ങളും, അല്ലെങ്കിൽ 2 വ്യത്യസ്ത മേഖലകളിൽ പ്രാവീണ്യമുള്ളവരോ ആയിരിക്കാം. പരിവർത്തനം: പഴയ ചിന്താഗതികളെ പാടെ ഉപേക്ഷിച്ച് പുതിയൊരു മനുഷ്യനായി മാറാനുള്ള ജനിതകമായ കഴിവ് നിങ്ങൾക്കുണ്ട്. 3. വ്യാഴത്തിന്റെയും ശനി, മീനത്തിന്റെയും സങ്കലനം. ഈ നക്ഷത്രം ശനിയുടെ രാശിയിൽ കുംഭം തുടങ്ങി വ്യാഴത്തിന്റെ രാശിയിൽ മീനം അവസാനിക്കുന്നു. രഹസ്യം: കഠിനാധ്വാനവും ശനി തരുന്ന കഠിനാധ്വാനവും വ്യാഴം തരുന്ന അറിവും ഒത്തുചേർന്നൊരു ജനിതക ഘടനയാണിത്. നിങ്ങളുടെ ചരിത്രത്തിൽ വലിയ നിയമപാലകരോ ജഡ്ജിമാരോ അല്ലെങ്കിൽ സമുദായ നേതാക്കളോ ഉണ്ടായിരുന്നിരിക്കാം. ആത്മീയത: പാരമ്പര്യമായി വലിയ ആത്മീയ ജ്ഞാനം, ഒക്കൽറ്റ് ഓർ സീക്രട്ട് നോളേജ് നിങ്ങളുടെ കുടുംബത്തിന് സ്വന്തമായുണ്ടാകും. തപസ് ചെയ്തവരോ അല്ലെങ്കിൽ കഠിനമായ വ്രതങ്ങൾ അനുഷ്ഠിച്ചവരോ ആയ പിതൃക്കൾ നിങ്ങൾക്ക് കാവലായുണ്ട്. 4. കർമ്മ രജിസ്റ്റർ, കാർമിക് രജിസ്റ്റർ. സമ്പത്തും നഷ്ടവും: പെട്ടെന്ന് സമ്പത്ത് വന്നു ചേരാനും അത് മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്യാനുമുള്ള ഒരു പാറ്റേൺ ഈ DNAയിലുണ്ട്. കുടുംബത്തിൽ ആരെങ്കിലും സമ്പാദിച്ച സ്വത്തുക്കൾ മുഴുവൻ ദാനധർമ്മങ്ങൾക്കോ ആത്മീയ കാര്യങ്ങൾക്കോ നൽകിയ ചരിത്രമുണ്ടാകാം. അച്ഛന്റെ വശത്തെ രഹസ്യം: അച്ഛന്റെ വശത്തുള്ള മുതിർന്നവർക്ക് ലഭിക്കാതെ പോയ അംഗീകാരങ്ങൾ നിങ്ങളിലൂടെ തിരികെ വരാൻ സാധ്യതയുണ്ട്. പൂരുരുട്ടാതി നക്ഷത്രത്തിന്റെ ആരും പറയാത്ത രഹസ്യങ്ങൾ, ഹിഡൻ സീക്രട്സ്. ഭാവി പ്രവചനം: സ്വപ്നങ്ങളിലൂടെയോ അല്ലെങ്കിൽ ഇൻറ്റ്യൂഷനിലൂടെയോ ഭാവി കാര്യങ്ങൾ മുൻകൂട്ടി കാണാൻ ഇവർക്ക് കഴിയും. മൃഗസ്നേഹം: ആട് അല്ലെങ്കിൽ നാൽക്കാലി മൃഗങ്ങളെ സംരക്ഷിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിലെ ദോഷങ്ങൾ മാറാൻ സഹായിക്കും. സത്യസന്ധത: കള്ളം പറയുന്നവരെ ഇവർക്ക് സഹിക്കാൻ കഴിയില്ല. കുടുംബത്തിൽ സത്യത്തിനു വേണ്ടി പോരാടിയവരുടെ ചരിത്രമുണ്ടാകാം. DNA ശുദ്ധീകരണത്തിനുള്ള ഗൂഢപരിഹാരം, കാർമിക് സീക്രട്ട് റെമഡി. സേവനം: നിരാലംബരായവർക്കോ ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർക്കോ കൃത്രിമ കാലുകളോ മറ്റോ നൽകുന്നത് അജൈകപാദിന്റെ അനുഗ്രഹം ലഭിക്കാൻ സഹായിക്കും. രുദ്രജപം: ശിവക്ഷേത്ര ദർശനവും ശിവലിംഗത്തിൽ ജലാഭിഷേകം നടത്തുന്നതും നിങ്ങളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും. അറിവ് പകരുക: നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് നന്മയ്ക്കായി പറഞ്ഞു നൽകുന്നത് നിങ്ങളുടെ വ്യാഴത്തെ പോസിറ്റീവാക്കും. DNA ആസ്ട്രോളജി പ്രകാരം പൂരുരുട്ടാതി നക്ഷത്രം എന്നത് ആത്മീയമായ ഉന്നതിയുടെയും ഭൗതികമായ പോരാട്ടത്തിന്റെയും ഒരു സങ്കലനമാണ്. ഇതിന്റെ ആരും പറയാത്ത അതിഗൂഢമായ ചില രഹസ്യങ്ങൾ ഇനി പറയാം. 1. അജൈകപാദ്, അഗ്നിയുടെയും വായുവിന്റെയും ജനിതകം, ദ സ്റ്റോം DNA. പൂരുരുട്ടാതിയുടെ ദേവതയായ അജൈകപാദ് ഇടിമിന്നലിന്റെയും പ്രപഞ്ചത്തിലെ പ്രകമ്പനങ്ങളുടെയും രൂപമാണ്. രഹസ്യം: നിങ്ങളുടെ കുടുംബ പരമ്പരയിൽ, പ്രത്യേകിച്ച് അച്ഛന്റെ വശത്ത് പെട്ടെന്ന് ദേഷ്യം വരുന്നവരോ എന്നാൽ ആ ദേഷ്യം സത്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിച്ചവരോ ഉണ്ടായിരിക്കും.
DNA പാറ്റേൺ. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നത് ഇടിമിന്നൽ പോലെ പെട്ടെന്നായിരിക്കും. ഒരു രാത്രി കൊണ്ട് ജീവിതം മാറിമറിയുന്ന സാഹചര്യങ്ങൾ കുടുംബചരിത്രത്തിൽ കണ്ടേക്കാം. ഇതൊരു തരം ഡെസ്ട്രക്ഷൻ ഫോർ ക്രിയേഷൻ, പുതിയത് സൃഷ്ടിക്കാൻ പഴയതിനെ നശിപ്പിക്കുക എന്ന ജനിതക വാസനയാണ്. 2. മഞ്ചത്തിന്റെ മുൻകാലുകൾ, ത്യാഗത്തിന്റെ രഹസ്യം, ദ DNA ഓഫ് സാക്രിഫൈസ്. പൂരൂരുട്ടാതിയുടെ ചിഹ്നം മരണമഞ്ചത്തിന്റെ മുൻകാലുകളാണ്. ഇത് ജീവിതത്തിന്റെ അവസാനത്തെയും പുതിയൊരു തുടക്കത്തെയും സൂചിപ്പിക്കുന്നു. രഹസ്യം: കുടുംബത്തിലെ ആർക്കെങ്കിലും വേണ്ടി സ്വന്തം ആഗ്രഹങ്ങൾ പൂർണ്ണമായും ബലികഴിച്ച ഒരു പൂർവികൻ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ട്. ആ ത്യാഗത്തിന്റെ ഫലമായാണ് നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന പല സൗകര്യങ്ങളും. DNA സൂചന: മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെടുക എന്നത് നിങ്ങളുടെ DNAയുടെ ഭാഗമാണ്. 3. രണ്ട് മുഖമുള്ള മനുഷ്യൻ, ദ ഡ്യുവൽ നേച്ചർ DNA. ഈ നക്ഷത്രത്തിന്റെ മറ്റൊരു ചിഹ്നം രണ്ട് മുഖമുള്ള മനുഷ്യനാണ്. രഹസ്യം: നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഒരേ സമയം രണ്ട് വ്യത്യസ്ത തട്ടുകളിൽ ജീവിച്ചവരായിരിക്കും. ഉദാഹരണത്തിന്, വളരെ ലളിതമായി ജീവിക്കുമ്പോഴും ഉള്ളിൽ വലിയൊരു സാമ്രാജ്യം സ്വപ്നം കണ്ടവരോ, അല്ലെങ്കിൽ പുറമേ കർക്കശക്കാരനാണെങ്കിലും ഉള്ളിൽ അതിയായ കരുണയുള്ളവരോ ആകാം. വിപരീത ചിന്തകൾ: നിങ്ങൾക്ക് ഒരേ സമയം രണ്ട് കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും. കുംഭത്തിന്റെ ശനി അച്ചടക്കവും മീനത്തിന്റെ വ്യാഴം കാരുണ്യവും നിങ്ങളുടെ DNAയിൽ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കും. 4. അപ്രതീക്ഷിത ധനാഗമം, ദ വിൻഫോൾ DNA. വ്യാഴം അധിപനായതുകൊണ്ട് പൂരൂരുട്ടാതിക്കാർക്ക് അപ്രതീക്ഷിതമായി വലിയ ധനം ലഭിക്കാൻ സാധ്യതയുണ്ട്. രഹസ്യം: നിങ്ങളുടെ പൂർവികർക്ക് ലഭിക്കാതെ പോയതോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കുന്നതോ ആയ സ്വത്തോ ഭൂമിയോ നിങ്ങളിലൂടെ തിരികെ വരാൻ സാധ്യതയുണ്ട്. DNA ദോഷം: പണം തെറ്റായ വഴിക്ക് ഉപയോഗിച്ചാൽ അജൈകപാതിന്റെ കോപം പോലെ അത് പെട്ടെന്ന് നശിച്ചു പോകും. അതുകൊണ്ട് ധർമ്മനിഷ്ഠയോടെയുള്ള സാമ്പത്തിക ഇടപാടുകൾ നിങ്ങളുടെ ഭാഗ്യം നിലനിർത്തും. 5. ശ്രദ്ധിക്കേണ്ട ആരോഗ്യ രഹസ്യം: പൂരൂരുട്ടാതി നക്ഷത്രം പാദങ്ങളെയും കണങ്കാലുകളെയും സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ കുടുംബ പരമ്പരയിൽ കാലുകൾക്ക് അസ്വസ്ഥതയുള്ളവരോ അല്ലെങ്കിൽ നടക്കാൻ ബുദ്ധിമുട്ട് അനുഭവിച്ചവരോ ഉണ്ടായിരിക്കാം. ഭൂമിയിൽ നഗ്നപാതനായി നടക്കുന്നത് എർത്തിങ് നിങ്ങളുടെ ശരീരത്തിലെ അമിതമായ അഗ്നിയെ ശാന്തമാക്കാനും DNAയെ ബാലൻസ് ചെയ്യാനും സഹായിക്കും. പൂരൂരുട്ടാതി നക്ഷത്രക്കാർക്കായുള്ള ഗൂഢപരിഹാരം, കാർമിക് സീക്രട്ട് റെമഡി. നിങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കാൻ രണ്ടുതരം ജോലികൾ ഒന്നിച്ച് ചെയ്യുക എന്നത് ഒരു വഴിയാണ്. കൂടാതെ ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക്, പ്രത്യേകിച്ച് കാലുകൾക്ക് വൈകല്യമുള്ളവർക്ക് സഹായിക്കുന്നതും വസ്ത്രങ്ങൾ നൽകുന്നതും നിങ്ങളുടെ കുടുംബത്തിലെ പാരമ്പര്യ ദോഷങ്ങളെ ഇല്ലാതാക്കും. വ്യാഴാഴ്ചകളിൽ ബ്രാഹ്മണർക്കോ അധ്യാപകർക്കോ മഞ്ഞ നിറത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ നൽകുന്നത് ഉത്തമമാണ്.